Hi. The energy of an electron in an orbit of Bohr's atom is minus 0.04 E naught EV, where E naught is the ground state energy. Okay. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണെങ്കിൽ നമുക്ക് അപ്പോൾ nth ഓർബിറ്റൽ എനർജി നമ്മൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ നോട്ട് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. റെഡി അല്ലേ? മൈനസ് 13.6 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഇ നോട്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ വിത്ത് നെഗറ്റീവ് സൈൻ. ഓക്കെ, റെഡി. ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് മൈനസ് 0.04 ഇ നോട്ട് ഇലക്ട്രോൺ വോൾട്ട് തന്നത്. എന്നിട്ട് എന്താ? ഇഫ് എൽ ഇസ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദിസ് ഓർബിറ്റ്. ഓക്കെ, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്നല്ലേ? അപ്പൊ ആംഗുലാർ മൊമെന്റം എൽ ഇസ് ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π അല്ലേ? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് ഇ നോട്ട് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 0.04 ഇ നോട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ദെർഫോർ ഇ നോട്ട് കട്ട്. ദെർഫോർ ഒരു കാര്യം ഉറപ്പായി, 1/n സ്ക്വയർ ഈക്വൽ ടു 0.04. 1/n സ്ക്വയർ ഈക്വൽ ടു 0.04. 0.04 എന്ന് പറഞ്ഞാൽ 1/25 അല്ലേ? 1/20, 100 ഡിവൈഡഡ് ബൈ, ഓക്കെ, യെസ്, 1/25 ആണ്. ദെർഫോർ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഓർ എൻ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എൻ ഇസ് ഈക്വൽ ടു 5. എൻ 5 കിട്ടിയാൽ ഇനി നമുക്ക് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷനിലേക്ക് പോവാം. ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസേഷൻ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π ആണ്. എച്ച് ബൈ 2πl എന്നല്ലേ? ഓ, കിട്ടിയല്ലോ. എച്ച് ഡിവൈഡഡ് ബൈ 2πl ബൈ എച്ച് എന്നല്ലേ ഇവിടെ പറഞ്ഞത്? 2π ഇങ്ങോട്ട് പോകണം. ഓക്കെ, ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എൻ ഇസ് ഈക്വൽ ടു 2πl ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. അപ്പൊ 2π, ആ n എന്ന് പറഞ്ഞാൽ ആരാണ്? n ഈസ് 5. Therefore the answer is 5. 5 is the right answer. That is option 3 is correct. Option 3 is the right answer.